നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 38ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇത് നമ്മുടെ ഹാസിൻ്റെയും ഹാവിൻ്റെയും പാർട്ട് 4 എപ്പിസോഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ എപ്പിസോഡുകൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. അതിൽ നമ്മൾ ഹാസിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ എപ്പിസോഡിലും. തീർച്ചയായിട്ടും കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ സെൻറ്റൻസുകളാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനുകൾ നമ്മൾ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണണം. വളരെയധികം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ ക്ലാസ്സും. നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് കവർ ചെയ്യാൻ, അതായത് തീർക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണിതും. ഹാവ് നമ്മൾ തുടങ്ങിയിട്ടില്ല, ഹാവ് വരുന്നേ ഉള്ളൂ. ഹാസ് നമ്മൾ തീർന്നിട്ടേ നമ്മൾ ഹാവ് തുടങ്ങത്തുള്ളൂ. പേടിക്കേണ്ട, നമ്മൾ ഹാസ് തീർന്നിട്ടേ പോകത്തുള്ളൂ. നമുക്ക് ഡയറക്റ്റ് ഹാസിലോട്ട് പോകാം. ഹാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ കൂട്ട് ഹാസിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, ഹാസിൻ്റെ ഹാവിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ എനിക്കുണ്ട്, എനിക്കുള്ളത്, എൻ്റെ കൈവശമുള്ളത്, അതേപോലെ മറ്റുള്ളവർ കൈവശമുള്ളത്, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾക്കൊക്കെ ഒരു ഷുവർട്ടി കാണുമല്ലോ, ഒരു ഉറപ്പ് കാണുമല്ലോ. അങ്ങനെ ഉറപ്പുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉറപ്പുള്ള, സ്വയം ഉറപ്പുള്ള കാര്യങ്ങൾ, ഷുവർട്ടിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാസും ഹാവും യൂസ് ചെയ്യുന്നത്. അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതേപോലെ ഇവയെല്ലാം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ പ്രസൻറ്റ് ടെൻസിലാണ്. അതായത് വർത്തമാന കാലഘട്ടത്തിൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വിവരിക്കുമ്പോഴാണ് ഹാസും ഹാവും യൂസ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആശയം സെയിം ആണ് ഹാസിൻ്റെ ഹാവിൻ്റെയും. ചെറിയൊരു ഡിഫറൻസ് മാത്രം അത് ഉപയോഗിക്കുന്നതിൽ. ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ്, അതായത് ചെയ്യുന്ന ആൾ ഒരാളെ ഒരു വസ്തുവിനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ഹീയ ഷീയ ഇറ്റ്. എക്സാമ്പിൾ എന്നല്ല, ഹീയ ഷീയ ഇറ്റ് വരുമ്പോഴാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഹാവ് യൂസ് ചെയ്യുന്നത് ദേയ വിയ യുവ് എന്നിവ വരുമ്പോൾ, അതായത് ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയോ വസ്തുക്കളെ പറ്റിയോ സംസാരിക്കുമ്പോഴാണ് ഹാവ് യൂസ് ചെയ്യുന്നത്. അതായത് ദേയ വിയ യുവ്. പിന്നെ ഒരു വ്യത്യാസമുണ്ട്. ഐ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവിൻ്റെ കൂടാണ്, ഹാസിൻ്റെ കൂടെ അല്ല. ഐ എന്ന് വെച്ചാൽ ആക്ച്വലി ഏകവചനമാണ്. ഞാനെന്നാണ് ഐയുടെ അർത്ഥം. അത് പക്ഷേ നമ്മൾ ഹാസിൻ്റെ കൂടെ അല്ല യൂസ് ചെയ്യുന്നത്, ഹാവിൻ്റെ കൂടാണ്. അതങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഹാസിൻ്റെ ഹാഫിന് ഡിഫറൻറ്റ് എന്ന് വെച്ചാൽ, യൂസ് ചെയ്യുന്നത് ഡിഫറൻറ്റ് എന്ന് വെച്ചാൽ ആശയം സെയിം ആശയമാണ്, സെയിം പ്രയോഗങ്ങൾ തന്നെയാണ്. നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കയറാം. അപ്പോൾ നമുക്ക് കൂടുതൽ പിടികിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറയാൻ കാരണം, കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾ സെൻറ്റൻസ് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ചിലതൊക്കെ കുറച്ചേ ഈ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യത്തുള്ളൂ, അതേ ആശയം വരുന്നത്. കഴിഞ്ഞ ക്ലാസ് ആക്കിയവർ തീർച്ചയായിട്ടും കാണണം. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഡയറക്റ്റായിട്ട് പോകാം. അടുത്തത്, ഹി ഹാസ് എ ലോട്ട് ഓഫ് വർക്ക് എക്സ്പീരിയൻസ്. ഹി ഹാസ് എ ലോട്ട് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ജോലി സ്ഥലത്ത് ഒരാൾ വരുവാണ്. അപ്പോൾ ജോലി സ്ഥലത്ത് ഒരാൾ പുതിയതായിട്ട് വരുമ്പോൾ നമ്മൾ സാധാരണ പറയത്തില്ല അവന് നല്ല ജോലി എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. സെയിം ആശയമാണ്. ഹി ഹാസ് എ ലോട്ട് ഓഫ് വർക്ക് എക്സ്പീരിയൻസ്. അവന് നല്ല ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹി വന്നുകൊണ്ടാണ് ഹാസ് വന്നത്. ഉണ്ട് എന്നുള്ള ആശയം വരുത്താനാണ് ഹാസും വന്നത്. രണ്ട് പ്രയോഗങ്ങളാണ് ഹാസിനുള്ളത്. ഹി വന്നുകൊണ്ട് ഹാസ് വന്നു. അപ്പോൾ അവന് ജോലി ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയാനും കൂടെ ഹാസും വന്നു. ഹി ഹാസ് എ ലോട്ട് ഓഫ് വർക്ക് എക്സ്പീരിയൻസ്. എ ലോട്ട് ഓഫ് എന്ന് വെച്ചാൽ ഒരുപാടെന്നാണ് അർത്ഥം. എ ലോട്ട് ഓഫ് എന്ന് വെച്ചാൽ ഒരുപാട്. ഹി ഹാസ് എ ലോട്ട് ഓഫ് വർക്ക് എക്സ്പീരിയൻസ്. അവന് നല്ല ഒരുപാട് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് അതിൻ്റെ ആശയം. എക്സ്പീരിയൻസ് പറഞ്ഞാൽ പരിചയമുണ്ടെന്ന്, ജോലി ചെയ്ത് പരിചയമുള്ള ആളാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് കടക്കാം. ഹി ഹാസ് എ ഗുഡ് ചാൻസ് ഓഫ് ബീയിങ് ഇലക്റ്റഡ്. ഹി ഹാസ് എ ഗുഡ് ചാൻസ് ഓഫ് ബീയിങ് ഇലക്റ്റഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ നമ്മൾ ചില സ്ഥാനാർത്ഥികളെ നമ്മൾ നോക്കി പറയത്തില്ല, ഇയാൾ വിജയിക്കുക, അല്ലെ ഇയാൾ തിരഞ്ഞെടുക്കപ്പെടാൻ ചാൻസ് ഉണ്ട്, ഒരുപാട് സാധ്യതയുണ്ടെന്ന് നമ്മൾ പറയാറില്ലേ. ആ ഒരു ആശയമാണ് ഇവിടെ ഉള്ളത്. ഹി ഹാസ് എ ഗുഡ് ചാൻസ് ഓഫ് ബീയിങ് ഇലക്റ്റഡ്. അദ്ദേഹം വിജയിക്കാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുവാൻ ഒരുപാട് ചാൻസ് ഉണ്ട് എന്നാണ് ആ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹി വന്നുകൊണ്ടാണ് അവിടെ ഹാസ് വന്നത്. അതേപോലെ ഉണ്ട് എന്ന ആശയം കൊടുക്കാനും കൂടെയാണ് ഹാസ് വന്നത്. ഹി ഹാസ് എ ഗുഡ് ചാൻസ് ഓഫ് ബീയിങ് ഇലക്റ്റഡ്. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാൻ ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ട് എന്നാണ്. ഗുഡ് ചാൻസ്, നല്ല ചാൻസ് ഉണ്ട് എന്നാണ് സെൻറ്റൻസ് ആശയമാക്കുന്നത്. അപ്പോൾ ബീയിങ്, നിങ്ങൾ ഈ സെൻറ്റൻസ് ശ്രദ്ധിച്ചോ? ബീയിങ് എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടാൻ എന്നുള്ളൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബീയിങ് നമ്മൾ ചേർത്തത്. ഇലക്റ്റഡ് എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുക എന്നാണ്. തിരഞ്ഞെടുക്കപ്പെടാൻ എന്നൊരു ആശയം കൊടുക്കാനായിട്ടാണ് ബീയിങ് ചേർത്തത്.
അപ്പോൾ ബീയിങ്ങിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ബീയിങ്, ഹാവ്, ഹാസ്, ഹീസ്, വാസ്, വെയർ ഇവയൊക്കെ ആക്സിലറി വെർബിൻ്റെ കൂട്ടത്തിലാണ് വരുന്നത്. ഇവയൊക്കെ നമ്മൾ ആശയം കൊടുക്കാൻ വേണ്ടി, ഇംഗ്ലീഷിൽ ആശയം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് വേർഡുകളാണ്. സോ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതെന്നുള്ളൂ, ഓർത്ത് വെച്ചിരിക്കുക. സംഭവം നിങ്ങൾ ഹാസ്, ഹാവ്, ഉണ്ട്, ഈസ്, ആകുന്നു അങ്ങനെയൊക്കെ ആശയം കൊടുക്കുന്നതാണ് ഇവയൊക്കെ. അപ്പോൾ ഇവയൊക്കെ ഒരു കാറ്റഗറി വരുന്നതാണ്, ആക്സിലറി വെർബ് എന്നാണ് പറയുന്നത്. അതുപോലെ ബീയിങ് എന്ന് വെച്ചാൽ ഗ്രാമാറ്റിക്കലി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഓർത്തിരിക്കും നിങ്ങൾ ഫെമിലൈസ് ആകാൻ വേണ്ടി, വാക്കുകളായിട്ടൊക്കെ ഫെമിലൈസ് ആകാൻ വേണ്ടി. ബീയിങ് എന്ന് വെച്ചാൽ ബിയുടെ അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ് ബീയിങ് എന്ന് വെച്ചാൽ. ജസ്റ്റ് എന്തുവാന്ന് ഇപ്പം കേൾക്കുന്നവർക്ക് അതെന്താണെന്ന് കേൾക്കുന്നവർ വിചാരിക്കും ജസ്റ്റ് ആ വേർഡ്, ആ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ ഗ്രാമർ സെക്ഷനൊക്കെയാണ്. ഒന്നുമില്ല. ഇനി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. ബീയിങ് എന്നുള്ള ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത്രേ ഉള്ളൂ. ആ ബീയിങ് എന്ന് പറഞ്ഞ ആശയം അവിടെ വന്നത് ഹി ഹാസ് എ ഗുഡ് ചാൻസ് ഓഫ് ബീയിങ് ഇലക്റ്റഡ്, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാൻ, ആ പെടാൻ എന്നുള്ള ആശയം ബീയിങ് വന്നത് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ബീയിങ്ങിനെ പറ്റി പേടിക്കേണ്ട. ബീയിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ സെൻറ്റൻസുകൾ നമ്മൾ കുറേ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ ബീയിങ്ങിൻ്റെ ആശയം നിങ്ങൾക്ക് ശരിക്കും പിടികിട്ടും. സോ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റത്തുമില്ല. അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റായിട്ട് നമ്മൾ എക്സാമ്പിൾ സെൻറ്റൻസ് എടുക്കുന്നതായിരിക്കും. പേടിക്കേണ്ട, നമ്മളത് കവറപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ജസ്റ്റ് ഞാൻ ഈ ഗ്രാമർ വേർഡുകൾ പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ കേട്ട് പരിചയമാകാൻ വേണ്ടി, കാരണം നമുക്ക് കുറേ എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാമർ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കേട്ട് പരിചയം വരാൻ വേണ്ടിയിട്ട്. ഇതൊന്നും കേട്ട് പേടിക്കരുത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളൊക്കെ തന്നെയാണ് ഈ ഗ്രാമർ എന്ന് പറയുന്ന സംഭവങ്ങളും. സോ ഒന്നും പേടിക്കരുത്. ഗ്രാമർ കാരണം ആരും ഇംഗ്ലീഷ് പഠിക്കുവാനായിട്ട്, അതായത് പഠിക്കുന്നതിൽ നിന്ന് പിന്മാറി പോവുകയും ചെയ്യരുത്. വളരെ ഈസിയാണ്. സോ നമുക്ക് അടുത്ത എക്സാമ്പിളോട്ട് പോവാം. അവർ സ്കൂൾ ലൈബ്രറി ഹാസ് മെനി ബുക്ക്. അവർ സ്കൂൾ ലൈബ്രറി ഹാസ് മെനി ബുക്സ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ ഒരുപാട് ബുക്സുകളുണ്ട് എന്നാണ് ആ സെൻറ്റൻസ് ഉദ്ദേശിക്കുന്നത്. അവർ സ്കൂൾ ലൈബ്രറി ഹാസ് മെനി ബുക്സ്. ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ ഒരുപാട് ബുക്കുകളുണ്ടെന്നാണ് ആ സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവിടെ ഹാസ് വന്നത് ലൈബ്രറി, ഒറ്റ ലൈബ്രറിയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഹാസ് വന്നത്. പിന്നെ ഉണ്ട് എന്ന ആശയം വരാൻ വേണ്ടിയിട്ടും അവർ സ്കൂൾ ലൈബ്രറി ഹാസ് മെനി ബുക്സ്. ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ ഒരുപാട് ബുക്കുകളുണ്ട് എന്നാണ് ആ സെൻറ്റൻസ് ആശയമാക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മെനി ബുക്സ് എന്ന് വെച്ചാൽ, മെനി എന്ന് വെച്ചാൽ ഒരുപാടെന്നാണ് അർത്ഥം. മെനി എന്ന് വെച്ചാൽ ഒരുപാട്, മെനി ബുക്സ് ഒരുപാട് ബുക്കുകൾ ഉണ്ട് എന്നാണ് അർത്ഥം. അവർ എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ ഒരുപാട് ബുക്കുകൾ ഉണ്ട് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പറയാറില്ല, സ്റ്റുഡൻസുകളൊക്കെ പറയുന്നതാണ് ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ ഒരുപാട് ബുക്കുണ്ട് എന്ന് പറയുന്ന ഒരു ആശയമേ ഉള്ളൂ ആ സെൻറ്റൻസിന്. അവർ സ്കൂൾ ലൈബ്രറി ഹാസ് മെനി ബുക്സ്. ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ ഒരുപാട് ബുക്കുകൾ ഉണ്ട് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അടുത്ത സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാസ് വെച്ചൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ നോക്കണം. അത് പറയുന്നതിന് മുമ്പ് ചെറിയൊരു ഇത്, ഹാസ് വെച്ച് നോർമലി നേറ്റീവ് സ്പീക്കേഴ്സ്, അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ, യൂറോപ്യൻസ് പൊതുവെ ഹാസ് വെച്ച് ക്വസ്റ്റ്യൻസ് സംസാരിക്കാറില്ല. നമ്മൾ ഹാസ് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസും ഹാസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ബുക്സിൽ വായിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ വായിച്ചു വരുന്നുണ്ട്, ബുക്സിൽ വായിച്ചിട്ടുണ്ട്, സ്റ്റോറികളിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ നേറ്റീവ് സംസാരിക്കുമ്പോൾ ഹാസ് വെച്ച് അവർ കുറച്ച് എക്സ്പ്രഷൻസേ യൂസ് ചെയ്യത്തുള്ളൂ, കുറച്ച് ചില കാര്യങ്ങൾ മാത്രമേ ഹാസ് വെച്ച് അവർ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. മോസ്റ്റ്ലി ഡൂവും ഡസും വെച്ചാണ് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻസ് ക്രിയേറ്റായി ചോദിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഡൂവിൻ്റെ ക്ലാസ് എടുത്ത് പറഞ്ഞു, ഡൂവിനും ഡസിനെ പറ്റി നമ്മൾ പറയാറുണ്ട്. ഡൂവും ഡസ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഫോർമേഷൻ ചെയ്യാനായിട്ടാണ് അതിനൊരു ഫങ്ഷൻ എന്ന് വെച്ചാൽ. അപ്പം എന്തെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഹാസ് വെച്ച് ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജാണ്. സംസാരിക്കുക ഒരു ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ട് അവർ ഡൂവും ഡസും വെച്ചാണ് കൂടുതൽ അവർ നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്നത്. ഹാവും ഹാസും വെച്ച് നമുക്ക് നോവലിലും ബുക്സിലും ഒക്കെ കാണാൻ പറ്റും ഹാവും ഹാസിലും വെച്ചുള്ള ക്വസ്റ്റ്യൻസ്. പക്ഷേ സംസാരിക്കുമ്പോൾ നോർമൽ നേറ്റീവ് സ്പീക്കേഴ്സ് ഡസ്സിൽ അല്ലെങ്കിൽ ഡൂവിൽ വെച്ചാണ് സംസാരിക്കാറുള്ളത്. ഹാസിനും പകരം അവർ ഡസ് ഉപയോഗിക്കും, ഹാവിനും അവർ ഡൂവും വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഹാസ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനത്തെ ചില സെൻറ്റൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ബാക്കിയൊക്കെ നമുക്ക് കോൺവെർസേഷനുകളിൽ കൊടുക്കാം. അപ്പം കൂടുതൽ നമുക്ക് അറ്റാച്ച് ആവും ആശയമായിട്ട്. ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹാസ് സംതിങ് ഹാപ്പൻഡ് എന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊരാശയമാണ്. അത് നമുക്ക് വേറെ രീതിയിലും പറയാം. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഹാസ് വെച്ച് ഇതൊരു നോർമൽ രീതിയിൽ ഹാസ് വെച്ചൊരു ക്വസ്റ്റ്യനാണ്, നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഹാസ് സംതിങ് ഹാപ്പൻ, എന്തെങ്കിലും സംഭവിച്ചോ, ഡെയിലി ടോക്കാണ് ഹാസ് സംതിങ് ഹാപ്പൻഡ്. ഇതെപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആശയം പറഞ്ഞു കഴിയുമ്പം ഈ ഹാസ് അതെന്തുകൊണ്ട് അവർ യൂസ് ചെയ്യുന്ന ചില സന്ദർഭം ഹാസ് വെച്ച് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ കുറച്ച് പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ആ ജോലി ചെയ്യുന്ന മാറ്ററിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമ്മളൊരു ഞാൻ 4 പേരുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിലെന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതായത് വിത്തിൻ ടൈമിനകത്ത് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയുമോ, ഞാൻ ആ സുഹൃത്തും ഞങ്ങൾ 4 പേരും കൂടെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയുമോ, എന്തെങ്കിലും സംഭവിച്ചോ? കാരണം അതിലെന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കറിയാം. അത് ആ വർക്കിനകത്ത് ഒരു എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ആയിട്ട് എന്തെങ്കിലും നടക്കുമോ എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചോദിക്കുകയാണ്, സംതിങ് ഹാപ്പൻഡ്, എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഹാസ് വെച്ച് അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഒരു വർക്ക് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് സന്ദർഭമായാലും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊരു എക്സ്പ്രഷൻ വരാൻ വേണ്ടിയിട്ട് ഹാസ് വെച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്, ഈ ഒരു എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്തെങ്കിലും സംഭവിച്ചോ, സംതിങ് ഹാപ്പൻഡ്, എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഹാസ് വെച്ച് അവിടെ അങ്ങനെ നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ. ഹാസ് വെച്ച് കൺഫേമായിട്ട് സംഭവിക്കുന്ന കാര്യം, കൺഫേമായിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ ഹാസ് വെച്ച് അവർ ക്വസ്റ്റ്യൻസ് ഫോർമേഷൻ ചെയ്യാറുണ്ട്. ബാക്കി നോർമലായിട്ടെല്ലാം ഡൂവും ഡസ് വെച്ചാണ് ചെയ്യുന്നത്. ഡസിൻ്റെ ഒരു എപ്പിസോഡ് തന്നെ നമുക്ക് എടുക്കാം, നോ പ്രോബ്ലം. ഡസിൻ്റെ ക്വസ്റ്റ്യൻസ് ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ സെൻറ്റൻസുകളും നമ്മൾ കവറപ്പ് ചെയ്യുന്നതായിരിക്കും, ഡോണ്ട് വറി. നമ്മൾ ഹാസും ഹാവും ഇച്ചിരി സ്ലോ ആയിട്ട് പോകുന്നതിൻ്റെ കാര്യം, ഇത് നമ്മൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട്. കാരണം ഹാസും ഹാവും ഒരുപാട് പേര് കൺഫ്യൂസ് ആകുന്നതാണ്, നമ്മൾ സെൻറ്റൻസിൽ ഒരുപാട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ നമ്മുടെ ഇന്നത്തെ എക്സാമ്പിൾ സെൻറ്റൻസ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. സോ ഹാസിനെ പറ്റി നമുക്ക് ഒരുപാട് എപ്പിസോഡ് എടുക്കേണ്ടി വരും, ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടി വരും. സോ അതേപോലെ അടുത്ത എപ്പിസോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാസിൻ്റെ ഒരു പ്രത്യേക ഫോർമാറ്റിലുള്ള എക്സാമ്പിൾ സെൻറ്റൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഹാസിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് ആണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞ് കേട്ട് പേടിക്കരുത്. ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സംസാരമാണ്, ടോക്കുകളാണ്. അതിനെ ഗ്രാമാറ്റിക്കലി ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നതേ ഉള്ളൂ. സംഭവം ഡെയിലി നമ്മൾ സംസാരിക്കുന്ന സംഭവങ്ങളാണ്. സോ അങ്ങനത്തെ എക്സാമ്പിൾസ് ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ. സോ മിസ് ചെയ്യരുത്, തുടർച്ചയായിട്ട് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.